ദൈവത്തിന് മാത്രം. ഞാൻ ഇന്നലത്തെ ബ്രദേഴ്സ് മീറ്റിങ്ങിൽ ചില ഡിസിഷൻസ് ചർച്ചിൻ്റെ മുമ്പോട്ടുള്ള മീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞത് ഒന്ന് പരസ്യമായിട്ട് എല്ലാവരും അറിയിക്കാനായിട്ട് പറയാണ്. സൺഡേ മീറ്റിങ്സ് ഇനി ചർച്ചിലെ എൽഡേഴ്സ് ആയിരിക്കത്തില്ല ജനറലി ലീഡ് ചെയ്യുന്നത്. അത് ഓരോ സഹോദരന്മാർ തന്നെയായിരിക്കും. പ്രിഫറബിളി ഏത് വീട്ടിലാണോ വയ്ക്കുന്നത് ആ വീട്ടിലെ ബ്രദേഴ്സ് മീറ്റിങ്ങുകൾ ലീഡ് ചെയ്യുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അങ്ങനെ നിർബന്ധമില്ല, എങ്കിലും സഹോദരന്മാരായിരിക്കും ഇനി മുതലുള്ള മീറ്റിങ്ങുകൾ. കാരണം ആൾക്കാർ കൂടുതൽ സ്പിരിച്വലായിട്ടുള്ള ശുശ്രൂഷകൾ ഇൻവോൾവ് ആകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എല്ലാ സഹോദരന്മാരും സ്പിരിച്വലിയോ അല്ലെങ്കിൽ ഫിസിക്കലിയോ ചർച്ചിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടവരാണ്. വർഷങ്ങളായി ചർച്ചിൽ വന്നിട്ടും അവരുടെ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റിയോ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റിയോ ചർച്ചിനോടുള്ള ഉത്തരവാദിത്വമോ ഒന്നും അറിയാതെ വെറും വിശ്വാസികളായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന വിശ്വാസികളായിട്ടിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. പുതിയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരിക്കും. എന്നാൽ വർഷങ്ങളായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ അടുത്ത് എന്താണ് സഭയിലെ റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലെന്നോ ഇല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ ആ ശൈശവാവസ്ഥയെ തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഓരോരുത്തരും റെസ്പോൺസിബിലിറ്റീസ് എടുക്കണമെന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നാട്ടിലായിരുന്നു. നാട്ടിൽ എൻ്റെ ഡാഡിയാണെങ്കിലും ജൂസയുടെ ഡാഡിയാണെങ്കിലും രണ്ടുപേരും വളരെ വീക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. അവർ വളരെ ഡിപ്പെൻഡഡ് ആണ്. ഇപ്പോൾ ഡിപ്പെൻഡഡ് എന്ന് പറയുമ്പോൾ മക്കളെക്കാൾ കൂടുതൽ അവരുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്താണ് അവരുടെ ഡിപ്പെൻഡൻസ്. നാച്ചുറലി അങ്ങനെ വരത്തുള്ളൂ. അത് മാത്രമേ അവസാന സമയം വരുമ്പോഴേക്കും മക്കളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ബാക്കി ആരേക്കാൾ കൂടുതൽ പാർട്ട്നേഴ്സിലാണ് അവർ ഡിപ്പെൻഡഡ് ആകുന്നത്. അന്നേരം ഞാൻ ഇതിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഈ കാര്യം പറയുമ്പോൾ പലപ്പോഴും അത് പലരും എൻ്റെ അത് ചോദ്യം ചെയ്തിട്ടുണ്ട്, അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. ബൈബിളിൽ ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് പുരുഷന് വേണ്ടിയിട്ടാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ലിബറൽ തിയോളജി അനുസരിച്ച് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് തിയോളജി അനുസരിച്ചൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ ബൈബിൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ദൈവം സ്ത്രീയെ പുരുഷന് തുണയായിട്ട് സൃഷ്ടിച്ചു, തിരിച്ചല്ല അതിൻ്റെ ഓർഡർ. കാരണം അത് കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് എടുത്ത് പറയുന്നുണ്ട്, സ്ത്രീ പുരുഷന് വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്, പുരുഷൻ സ്ത്രീക്ക് വേണ്ടിയിട്ടല്ല എന്നെടുത്ത് പറയുന്നുണ്ട്. ഒരു റിവേഴ്സ് രണ്ട് രീതിയിൽ ബാലൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഞാനെന്താ പറഞ്ഞു വന്നിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുരുഷന്മാർ സ്ത്രീകളിലാണ് ഡിപ്പെൻഡായിട്ട് ജീവിതം മുമ്പോട്ട് പോകുന്നത്, തിരിച്ചല്ല. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷന് സ്ത്രീയെ കൂടാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നല്ല, ഇമ്പോസിബിളാണ്. പക്ഷെ തിരിച്ച് പോസിബിളാണ്. സ്ത്രീക്ക് പുരുഷനെ കൂടാതെ ജീവിക്കാം. അന്നേരം നമ്മളുടെ ഡിപ്പെൻഡൻസ്, പുരുഷന്മാരുടെ ഡിപ്പെൻഡൻസ് എപ്പോഴും സ്ത്രീകളിലാണ്. എന്നിട്ട് സ്ത്രീകളെ പുരുഷന് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഹെൽപ്പർ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അല്ല, പാത്രം കഴുകാനായിട്ടോ തുണി കഴുകാനായിട്ടോ അങ്ങനത്തെ ഹെൽപ്പറല്ല, മറിച്ച് ജെന്യുവിനായിട്ട് അവരുടെ ആവശ്യങ്ങളിൽ ഡിപ്പെൻഡ് ആവുന്നത് പുരുഷന്മാർ സ്ത്രീകളുടെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ അടുത്ത് സ്ത്രീകളുടെ അടുത്തുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കണമെന്ന് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് സ്ത്രീകളുടെ അടുത്തുള്ള പുരുഷന്മാരുടെ ആറ്റിറ്റ്യൂഡിൽ കർത്താവ് അപ്പോസ്തലന്മാരും പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാമോ? 2 കാര്യങ്ങൾ. പല കാര്യങ്ങളുണ്ടാവാം, ഏറ്റവും പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കണം. രണ്ടാമത്തേത് റെസ്പെക്റ്റ് ചെയ്യണം, അല്ലേ? അതെ. അത് ആൾക്കാർക്ക് പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ് റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. എന്നാൽ തിരിച്ചാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, പുരുഷനെ റെസ്പെക്റ്റ് ചെയ്യണം, അബ്രഹാമിനെ സാറ യജമാനനെ എന്ന് വിളിച്ച് റെസ്പെക്റ്റ് ചെയ്തു. പക്ഷേ ബൈബിൾ വളരെ ക്ലിയറായിട്ട് പറയുന്നതാണ് സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യണം. ഇത് നമ്മളുടെ ഒരു കൾച്ചറിൽ ഇല്ലാത്തൊരു കാര്യമാണ്, സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളെ സംബോധന ഉപയോഗിക്കുന്ന വാക്കുകൾ, അവരുടെ അടുത്തുള്ള പെരുമാറ്റ രീതി, ഇത് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളതും നമ്മൾ ചെയ്തു വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ റെസ്പെക്റ്റ് ഇല്ലാതെയും യഥാർത്ഥ സ്നേഹമില്ലാതെയും സ്ത്രീകളുടെ അടുത്ത് പെരുമാറിയാൽ
ബൈബിൾ പഠിപ്പിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഒരിക്കലും അവരിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. സ്വാഭാവികമായിട്ടും പുരുഷന്മാർക്കാണ് പ്രായം കൂടുതൽ, സ്ത്രീകൾക്ക് പ്രായം കുറവാണ്. അതായത് നാച്ചുറലി ഈ ഒരു സംഭവത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്നൊരു കാര്യമുണ്ട്. അതായത് ദൈവം അങ്ങനെ തന്നെയാണ് ഒരു സിസ്റ്റം വെച്ചിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യമുള്ള കാലത്ത് അവരെ റെസ്പെക്റ്റ് ചെയ്യുകയും അവരെ സ്നേഹിക്കുകയും ചെയ്താൽ, ആരോഗ്യം പോകുന്ന കാലത്ത് അവർ നിങ്ങളെ സ്നേഹത്തോടെ ശുശ്രൂഷിച്ചേക്കാം, ഇല്ലെങ്കിലും ചിലപ്പോൾ ശുശ്രൂഷിച്ചേക്കാം. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ പുരുഷന്മാർ ശരിക്കും ഇത് രണ്ടും മനസ്സിലാക്കാതെ ചിന്തിക്കുന്നത് സ്ത്രീകളെ ഭരിക്കുന്നതാണ് പുരുഷൻ്റെ ഒരു പുരുഷത്വം ഇല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി. അതൊരു തെറ്റായിട്ടുള്ള ചിന്തയാണ്. അത് വീഴ്ചയുടെ ഭാഗമായിട്ട് വന്ന ഒരു വീഴ്ച വന്ന സ്വഭാവമാണ്. അതാണ് നമ്മൾ ഉൽപ്പത്തി വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. എന്നിട്ടും സ്ത്രീയെ ഭരിക്കാനായിട്ടും കീഴടക്കാനായിട്ടും അവരെ അനുസരിപ്പിക്കാനായിട്ടും അതാണ് ഒരു പുരുഷൻ്റെ റെസ്പോൺസിബിലിറ്റി, ഇല്ലെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവം ആഗ്രഹിക്കുന്നത് ചിന്തിക്കുന്നത്. അതൊരു പൈശാചിക സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വീഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഫോളൻ നേച്ചറിൻ്റെ ഭാഗമായിട്ടാണ് അത് പറയുന്നത്. അതേസമയം അതിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. റെസ്പെക്റ്റ് ചെയ്യാനായിട്ടും സ്നേഹിക്കാനായിട്ടും പഠിക്കണം. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നത്, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അന്നേരം ഞാൻ പറഞ്ഞല്ലോ, തിരിച്ചൊരിക്കലും ഇത് എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ജനറലി ഞാൻ പറയട്ടെ, പുരുഷന്മാർ സ്ത്രീകളിലാണ് ഡിപ്പെൻഡൻറ്റ്. അവരെ കൂടാതെ പുരുഷന് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. തിരിച്ച് പോസിബിളാണ്, നമുക്കറിയാവുന്നതാണ്. സ്ത്രീകളാണ് കൂടുതൽ മെൻ്റലി സ്ട്രോങ്, പുരുഷന്മാരാണ് ഫിസിക്കലി സ്ട്രോങ്. അതുകൊണ്ടാണ് ബലഹീന പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കലി ഉള്ള ബലഹീനതയെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബലഹീന പാത്രങ്ങൾ എന്നല്ല, ശരിക്കും ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ വീക്കർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഫിസിക്കലി വീക്കറാണ് എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. ഓക്കെ, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ചില വാക്യങ്ങളിലേക്ക് പോകാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം. 4-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവും ശമരിയക്കാരിയായ ഒരു സ്ത്രീയുമായിട്ടുള്ള കോൺവെർസേഷനാണ്. ബൈബിളിൽ ഒരു നല്ല ശമരിയക്കാരനെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതല്ലാത്ത ഒരു ശമരിയക്കാരി സ്ത്രീയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു കോൺവെർസേഷനാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം മുഴുവൻ പറയുന്നത്. അന്നേരം യോഹന്നാൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷങ്ങളിൽ യോഹന്നാൻ കൂടുതലും യേശുക്രിസ്തുവിൻ്റെ പേഴ്സണൽ കോൺവെർസേഷൻസ് കൂടുതൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. യോഹന്നാൻ്റെ അടുത്താണെങ്കിലും മറ്റുള്ളവരുടെ അടുത്താണെങ്കിലും. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലും വേറൊരു കോൺവെർസേഷനാണ്. അത് നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു പരീശന്മാരിലെ പ്രമാണിയായിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള കോൺവെർസേഷനാണ്. എന്നാൽ അതിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ള കോൺവെർസേഷനാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഈ നിക്കോദിമോസ് യേശുക്രിസ്തുവിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലുമായിരുന്നു. പരീശന്മാരുടെ പ്രമാണിയാണ്, വളരെ ഉയർന്ന സ്ഥാനത്തുള്ള വ്യക്തിയാണ്. പക്ഷേ അങ്ങനെയുള്ള വ്യക്തികളെ കാണാനായിട്ട് യേശുക്രിസ്തു അങ്ങോട്ട് ചെല്ലുന്നില്ല. അന്നേരം നിക്കോദിമോസ് യേശുക്രിസ്തുവിനെ കാണാൻ ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ പാപിനിയായ സ്ത്രീയെ കാണാൻ വേണ്ടി യേശുക്രിസ്തു കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. നിക്കോദിമോസ് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ യേശുക്രിസ്തുവാണ് ഇവിടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു വന്നത് സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരെ തേടിയിട്ടല്ല, വലിയ മാന്യരായിട്ടുള്ള ആൾക്കാരെ തേടിയിട്ടുള്ള. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ വന്നത്, മനുഷ്യപുത്രൻ വന്നത് ടു സീക്ക് ആൻഡ് സേവ് ദാറ്റ് ഈസ് ലോസ്റ്റ്, പാപികളെ തേടിയിട്ടാണ്. അന്നേരം അതാണ് ഇവിടെയും കാണുന്നത്. അന്നേരം ഇവിടെ രണ്ടിടത്തും അന്നേരം ആ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് അടുത്ത കോൺവെർസേഷനിലേക്ക് വരുന്നതാണ് ഇവിടെ കാണുന്നത്. ഒരു പ്രത്യേകതയുണ്ട് ഇത് രണ്ടിലും. ഈ നിക്കോദിമോസ് വളരെ പരീശനും വളരെ ശാസ്ത്രീയമായിട്ടും വളരെ പണ്ഡിതനുമാണ് എങ്കിലും യേശുക്രിസ്തു പറയുന്ന സ്പിരിച്വൽ കാര്യങ്ങളൊന്നും നിക്കോദിമോസിന് മനസ്സിലാവുന്നില്ല. അതെല്ലാം നിക്കോദിമോസ് ഒരു നാച്ചുറൽ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. വീണ്ടും ജനനത്തിനെ പറ്റി പറയുമ്പോഴല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇദ്ദേഹത്തിനൊന്നും പിടികിട്ടുന്നില്ല യേശുക്രിസ്തു പറയുന്നത്. ഇതേപോലെ തന്നെ ഈ ശമരിയക്കാരി സ്ത്രീക്കും ഒന്നും പിടികിട്ടുന്നില്ല. അന്നേരം നാച്ചുറലായിട്ടുള്ള ബുദ്ധിയോ കഴിവുകളോ കൊണ്ടോ ഒന്നും യേശുക്രിസ്തു പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകണമെന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ ശമരിയക്കാരി സ്ത്രീയെടുത്തുള്ള കോൺവെർസേഷനിൽ യേശുക്രിസ്തു നമ്മൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യേശുക്രിസ്തു സ്പിരിച്വൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്നു. ഈ സ്ത്രീ എല്ലാ കാര്യങ്ങളും ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് മനസ്സിലാക്കാതെ നാച്ചുറലായിട്ട് മനസ്സിലാക്കി മറുപടി പറയുന്ന ഒരു കോൺവെർസേഷനാണിത്. പക്ഷേ കർത്താവ് അതിൽ മടുക്കുന്നില്ല. കർത്താവ് വീണ്ടും ആത്മീയ കാര്യങ്ങളെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കർത്താവിൻ്റെ ഒരു പേഷ്യൻസ് അവിടെ കാണുന്നത്. പലപ്പോഴും ഞാനും ഇത് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. എത്ര സ്പിരിച്വലായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും പല കാര്യങ്ങളും വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാലും പലർക്കും മനസ്സിലാവത്തില്ല. പിന്നെയും അതേപോലെ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും.
അന്നേരം ഇത് കർത്താവ് ആ ഒരു കോൺവെർസേഷനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അന്നേരം ഈ യേശുക്രിസ്തു ഗലീലയിൽ നിന്നും യഹൂദയിൽ നിന്നും ഗലീല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും യേശുക്രിസ്തു ഈ ഒരു സ്ത്രീയെ മീറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ശമരിയ പട്ടണത്തിൽ കൂടി കടന്നു പോകുന്നത്. അന്നേരം ഗലീലയിൽ നിന്നും യഹൂദയിൽ നിന്നും ഗലീലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ 96 കിലോമീറ്റർ ദൂരമുണ്ട്. അന്നത്തെ കാലത്ത് ഈ ട്രാൻസ്പോർട്ടേഷൻ ഒന്നുമില്ല. യേശുക്രിസ്തു നടന്നാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നടന്ന് ക്ഷീണിച്ചിട്ട്. യേശുക്രിസ്തു ഒരു എല്ലാ മനുഷ്യൻ്റെ ഫിസിക്കൽ ബലഹീനതകളെല്ലാം ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അല്ലാതെ ഒരു സൂപ്പർമാൻ ഒന്നും ആയിരുന്നില്ല യേശുക്രിസ്തു. ഇവിടെ ഇത്രയും കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ക്ഷീണിക്കാത്ത വ്യക്തിയായിരുന്നില്ല. ക്ഷീണിച്ച് ഈ ഒരു കിണറിൻ്റെ നടുക്കിരിക്കുമ്പോഴാണ് ഈ സ്ത്രീ വരുന്നതും സ്ത്രീയുമായിട്ടുള്ള സംസാരം തുടങ്ങുന്നത്. അതാണ് ഇവിടെ പറഞ്ഞേരം ഒരു 96 കിലോമീറ്റർ കടന്നു പോകുമ്പോൾ അത് ശമരിയ പട്ടണത്തിൽ കൂടിയാണ് കടന്നു പോകേണ്ടത്. പക്ഷേ യഹൂദന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ശമരിയ പട്ടണം ഒഴിവാക്കിയിട്ടാണ് ഇവർ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. യഹൂദയിൽ നിന്ന് ഗലീലയിലേക്ക് പോകണമെങ്കിൽ അവർ ശമരിയ എന്ന് പറയുന്ന സ്ഥലത്തെ ഒഴിവാക്കിയിട്ട് പോകും. കാരണം ശമര്യരുമായിട്ട് സമ്പർക്കം യഹൂദന്മാർക്കില്ല. അതാണ് യേശുക്രിസ്തുവിൻ്റെ കോൺവെർസേഷനിൽ ആദ്യം പറയുന്നത്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കും. ഞാൻ ഇതിൻ്റെ ഹിസ്റ്ററി ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വർഷങ്ങളായിട്ട് ചർച്ചിലൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഇത് അറിയാമെന്നുള്ളൊരു ബോധ്യത്തിലാണ് ഞാനത് പറഞ്ഞു പോകുന്നത്. അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ പോയി വായിച്ചു നോക്കുക എന്തുകൊണ്ടാണ് യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സംസർഗമില്ലായിരുന്നു എന്നുള്ളത്. അതൊരു ഹിസ്റ്റോറിക്കായിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് വന്നില്ല. അന്നേരം അവിടെ പറയണം, അവൻ യഹൂദ ദേശം വിട്ട് പിന്നെയും ഗലീലയിലേക്ക് യാത്രയായി അവൻ ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്ന ശമര്യ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസഫിന് കൊടുത്ത് നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിൻ്റെ ഒരു ഉറവുണ്ടായിരുന്നു. അവിടെ ഒരു കിണറുണ്ടായിരുന്നു. ഉറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിണർ, അന്നേരം വെള്ളത്തിൽ ഇറങ്ങി കോരൻ്റെ ഒരു കിണറാണ്. യേശു വഴി നടന്ന് ക്ഷീണിച്ച് ഉറവിനരികെയായിരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. 6 മണി നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണി എന്നാണ് നമ്മളുടെ സമയം അനുസരിച്ച്. അപ്പോൾ ഒരു ശമരിയക്കാരി സ്ത്രീ വരികയാണ്, വെള്ളം കോരുവാൻ വരികയാണ്. അവിടെ യേശു ക്രിസ്തു ഈ സ്ത്രീയുമായിട്ടുള്ള കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ ശമരിയക്കാരി വന്നപ്പോൾ യേശു അവളോട് എനിക്ക് കുടിക്കുവാൻ വെള്ളം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ശിഷ്യന്മാർ പട്ടണത്തിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ശമരിയക്കാരി സ്ത്രീ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്, നീ യഹൂദനാണ്, ഞാൻ ശമരിയക്കാരിയായിട്ടുള്ള സ്ത്രീയാണ്, ശമരിയർക്കും യഹൂദർക്കും തമ്മിൽ സംസർഗമില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് പോകാം. ഈ ശമരിയ എന്ന് പറയുന്നത് യഹൂദ അല്ലെങ്കിൽ ഇസ്രായേൽ തന്നെയുള്ളൊരു സ്ഥലമായിരുന്നു. അസീറിയൻ ക്യാപ്റ്റിവിറ്റിയുടെ സമയത്ത് ഇസ്രായേലുകാരെ അസീറിയക്കാർ ക്യാപ്റ്റീവായിട്ട് പിടിച്ചുകൊണ്ട് പോയി. എന്നാൽ ചില ഇസ്രായേലിയരെ അവിടെ തന്നെ നിലനിർത്തി അവിടേക്ക് അന്യജാതിക്കാരെ കൊണ്ടുവന്നിട്ട് ഇവരുമായിട്ട് മിക്സ് ചെയ്തു. അങ്ങനെ ആ മിക്സഡ് ജനറേഷനാണ്, യഹൂദരും ജാതികളുമായിട്ട് ചേർന്ന ഒരു ജനറേഷനാണ് ശമരിയക്കാർ. അന്നേരം അങ്ങനെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ് യഹൂദർക്ക് ഇവരുമായിട്ട് സംസർഗമില്ലാത്തത്. എന്നാൽ യേശുക്രിസ്തു ഈ സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഈ ട്രഡീഷണലായിട്ടുള്ള യഹൂദന്മാരുടെ ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റിയിട്ട് ഈ സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു 96 കിലോമീറ്റർ നടന്ന് യാത്ര ചെയ്തിട്ട് പോവാണ്. നമ്മൾ പലപ്പോഴും ഒരു വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ പോകത്തില്ല, അല്ലേ? നമുക്ക് കുറേ ആൾക്കാരൊക്കെ കേൾക്കാനുണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ സംസാരിക്കാൻ നമുക്കൊരു വളരെ ദൂരം പോയിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കും ഇല്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നെയൊക്കെ ബൈബിൾ പഠിപ്പിച്ച ആൾക്കാർ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കിലോമീറ്റർ യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും ശരിക്കും നമുക്കൊരു 100 പേരെടുത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരൊറ്റ വ്യക്തിയെടുത്ത്, നീഡിയായിട്ടുള്ള ഒരൊറ്റ വ്യക്തിയെടുത്ത് പറയുന്നതാണ് നല്ലത്. നമുക്ക് ഇവിടെ കാണുന്നത് ആ ഒരൊറ്റ വ്യക്തി കാരണം ശമരിയ പട്ടണം മുഴുവൻ രക്ഷിക്കപ്പെട്ടു. അന്നേരം നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല കർത്താവ് ചിന്തിക്കും. ഇന്നത്തെ പോലത്തെ വലിയ മാസ് കൺവേർഷനോ ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മീറ്റിങ്ങുകളോ ഒന്നും അല്ല യഥാർത്ഥ റിവൈവൽ നടക്കുന്നത്. അത് ഒരൊറ്റ വ്യക്തിയിൽ കൂടിയായിരിക്കാം. ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു സംസാരിക്കുന്നത്, നടന്നു പോകുന്നത്. എന്നാൽ അവിടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സ്ത്രീ എടുത്ത് കർത്താവ് വെള്ളം ചോദിച്ചുകൊണ്ടാണ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം ഈ സ്ത്രീ പറയാണ്, ഈ ചില ഹിസ്റ്റോറിക്കൽ കാരണം നിമിത്തം നമുക്ക് തമ്മിൽ സംസർഗമില്ലാത്തതുകൊണ്ട് നീ എൻ്റെ അടുത്ത് വെള്ളം ചോദിക്കുന്നത് എന്ത് ചോദിക്കുന്നത്? ശമരിയ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സംസർഗമല്ല. അന്നേരം കർത്താവ് ഉടനെ തന്നെ അവിടെ നിന്ന് സബ്ജക്റ്റ് വെള്ളത്തിൽ നിന്നും ജീവജലത്തിലേക്ക് മാറ്റുകയാണ്, ഇല്ലെങ്കിൽ ജീവനുള്ള വെള്ളത്തിലേക്ക് തൻ്റെ സംസാരം മാറ്റുകയാണ്. പിന്നെ കർത്താവ് ഉടനെ തന്നെ അത് സ്വിച്ച് ചെയ്യുകയാണ്, ആത്മീയ കാര്യത്തിലേക്ക് ഈ കാര്യത്തെ മാറ്റുകയാണ്. അന്നേരം അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ചില ആത്മീയ സത്യങ്ങൾ യേശു ക്രിസ്തു ഈ ശമരിയക്കാരി സ്ത്രീയെ പഠിപ്പിക്കുകയാണ്. അതെന്താണ്? 10-ാമത്തെ വാക്യം, നീ
ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആര് എന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് കുടിക്കുവാൻ തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്താണ് ആ പറയുന്നതിൻ്റെ അർത്ഥം? നീ ദൈവത്തിൻ്റെ ദാനവും എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നതിൻ്റെ അർത്ഥം അറിയാമോ? എന്താണ് പറഞ്ഞു? എന്താണ് പറഞ്ഞത്? നീ ദൈവത്തിൻ്റെ ഞാൻ മലയാളത്തിൽ ആ വാക്യം ശരിക്കും ക്ലിയർ അല്ല. നീ ദൈവത്തിൻ്റെ ദാനം എന്ന് പറഞ്ഞാൽ ശമരിയക്കാരി സ്ത്രീ ദൈവത്തിൻ്റെ ദാനമെന്നല്ല അവിടെ പറയുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ചില പ്രസംഗങ്ങൾ പോലും ചില പ്രസംഗിക്കാറുണ്ട്. അവിടെ യേശുക്രിസ്തു പറയുന്നതിൻ്റെ അർത്ഥം നീ ദൈവത്തിൻ്റെ ദാനം എന്താണ് എന്നറിഞ്ഞിരുന്നുവെങ്കിൽ നീ ആ ദാനം, അത് മാത്രമല്ല നീ കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രണ്ട് കാര്യങ്ങൾ അറിയണമെന്ന് പറയാണ്. ഒന്ന്, നീ ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് അറിയണം. രണ്ട്, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരാണെന്നും അറിയണം. ഈ രണ്ട് കാര്യങ്ങൾ നീ അറിഞ്ഞിരുന്നു എങ്കിൽ നീ ഒരു കാര്യം ചെയ്യുമായിരുന്നു. നീ അവൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കുമായിരുന്നു. എന്ത് ചോദിക്കുമായിരുന്നു? നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് കുടിക്കാൻ തരികയും ചെയ്യുമായിരുന്നു പറഞ്ഞു. ഒരു വളരെ സ്പിരിച്വലായിട്ട് ഇന്നും അനേക വിശ്വാസികൾക്ക് മനസ്സിലാകാത്ത ഒരു തിയോളജിക്കൽ കാര്യം തന്നെയാണ് യേശുക്രിസ്തു ഈ സ്ത്രീയെടുത്ത് പറയുന്നത്. എന്താണ് കർത്താവ് പറയുന്ന പ്രധാനപ്പെട്ട ഇവിടുത്തെ സത്യങ്ങൾ? ഒന്ന്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഹോളി സ്പിരിറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. നീ ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് തിരിച്ചറിയണമായിരുന്നു. രണ്ട്, പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ഗിവർ ആരാണ്? അത് ഹു ഈസ് ദ ഗിവർ ഓഫ് ഹോളി സ്പിരിറ്റ്? ജീസസ് ക്രൈസ്റ്റ്. അതായത് യേശുക്രിസ്തുവിനാണ് പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ കഴിയുന്നതെന്ന് നീ അറിയുമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ അവൻ്റെ അടുത്ത് ചോദിക്കുകയും ചോദിക്കുന്നതിൽ കൂടി അവനത് നിനക്ക് തരികയും ചെയ്യും. അന്നേരം വളരെ പ്രധാനപ്പെട്ട ചില സത്യങ്ങളുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണെന്ന് നിനക്കറിയണം. ഇതൊരു ഗിഫ്റ്റാണെന്ന് അറിയണം. നിനക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നതല്ല, നിന്റെ കഴിവുകൊണ്ട് കിട്ടാൻ കഴിയുന്നതല്ല, ഇതൊന്നുമല്ല, ഇതൊരു ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് തരാൻ കഴിയുന്ന യേശുക്രിസ്തുവിന് മാത്രമാണ്. ആ ഗിഫ്റ്റ് നിനക്ക് ലഭിക്കുന്നത് അവനോട് ചോദിക്കുന്നതിൽ കൂടി മാത്രമാണ്. ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവം അത് നിനക്ക് തരികയും ചെയ്യുമെന്ന് പറയും. അന്നേരം എന്താണ് അവിടെ യേശുക്രിസ്തു ഈ ശമരിയക്കാരി സ്ത്രീ എടുത്ത് പറയുന്നത്? എങ്ങനെ പരിശുദ്ധാത്മാവിനെ ലഭിക്കാമെന്നുള്ളതാണ് അല്ലേ? കർത്താവിനോട് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് ലഭിക്കും. വളരെ ലളിതമായിട്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പരിശുദ്ധാത്മാവിനെ ചോദിക്കുക എന്ന് പറയുന്ന അതേ കാര്യം തന്നെയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. സെയിമാണ്. നിങ്ങൾക്ക് ചിലപ്പം ക്ലിയർ അല്ലായിരിക്കാം. കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതോ പരിശുദ്ധാത്മാവിനെ തരണമെന്ന് പറയുന്നതോ യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വരണമെന്ന് പറയുന്നതോ യേശുക്രിസ്തുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുന്നത്, ഇതെല്ലാം ഒരേ കാര്യമാണ്. അന്നേരം നമ്മുടെ ലാംഗ്വേജ് നോക്കിയിട്ടല്ല കർത്താവ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് സെയിം ആണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരും. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിലും യേശുക്രിസ്തു ഇതേപോലെ തന്നെ ജീവജലത്തിൻ്റെ നദികളെ പറ്റിയാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7:37. അവിടെ പറയുകയാണെങ്കിൽ ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിട്ട് ആ ദാഹിക്കുന്നതിന് എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നുള്ളതിന് എന്താണെന്നുള്ളത് അടുത്ത വാക്യത്തിൽ പറയാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വരികയും അവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൻ്റെ 47-ാമത്തെ വാക്യത്തിലും ഇതേ കാര്യം യേശുക്രിസ്തു പറയാണ്. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത വാക്യത്തിൽ പറയാണ്, എൻ്റെ രക്തം കുടിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഈ ശമരിയക്കാരി സ്ത്രീയെടുത്ത് പറഞ്ഞ അതേ കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താണ് യേശുക്രിസ്തു ഈ ശമരിയക്കാരി സ്ത്രീയെടുത്ത് പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തു ഈ ശമരിയക്കാരി സ്ത്രീയെടുത്ത് പറയുന്നത് വളരെ ലളിതമായി വിശ്വസിച്ച് എങ്ങനെ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് വേറൊരു ലാംഗ്വേജിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു നിക്കോദിമോസിന്റെ അടുത്ത് വിശ്വസിച്ചിട്ട് എങ്ങനെ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും എന്ന് പറഞ്ഞ അതേ കാര്യമാണ്
വേറെ രീതിയിൽ ശമരിയക്കാരി സ്ത്രീയെടുത്തും പറഞ്ഞു തുടങ്ങുന്നു. എന്നാൽ ശമരിയക്കാരി സ്ത്രീയെടുത്ത് പറയുമ്പോഴേക്കും അതിൻ്റെ ഡീപ്പർ കാര്യങ്ങളിലേക്ക് യേശുക്രിസ്തു പോകുന്നുണ്ട്. നിക്കോദെമോസിനോട് പറയുമ്പോൾ വീണ്ടും ജനത്തിൽ പറഞ്ഞിട്ട് യേശുക്രിസ്തു നിർത്താണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നിക്കോദെമോസിനോട് യേശുക്രിസ്തു പറയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഏവർക്കും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ എങ്ങനെ പ്രാപിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് എങ്ങനെയാണ് എന്നുള്ളതാണ് യേശുക്രിസ്തു പറയുന്നത്. അന്നേരം അതിന് ഉള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞ് ഇത്ര മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു നിത്യജീവന്റെ ദാതാവാണെന്ന് മനസ്സിലാക്കുക, അവനിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ അവരോട് ചോദിക്കുക. പക്ഷെ ഒരു തടസ്സം അവിടെയുണ്ട്. എന്താണ് ആ തടസ്സം? എന്താണ് ആ തടസ്സം നിത്യജീവൻ ലഭിക്കുന്നതിന്? എന്താണ്? അല്ല, ആ തടസ്സം യോഹന്നാൻ 7:37 യേശുക്രിസ്തു പറയുന്നുണ്ട്. എടുക്കാതെ പറയാമെങ്കിൽ പറഞ്ഞാൽ മതി. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അത് യോഹന്നാൻ പറയുന്നുണ്ട്. യോഹന്നാൻ 7:37 തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് യേശുക്രിസ്തു പറഞ്ഞത്. എന്നാൽ യോഹന്നാൻ എൻ്റെ താഴെ ആഡ് ചെയ്യുകയാണ്, താൻ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിക്കാൻ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. അന്നേരം ദർ ഇസ് എ കണ്ടീഷൻ. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു മരിച്ചുയർത്തെഴുന്നേൽക്കണം. യോഹന്നാന്റെ സുവിശേഷം 16:7 യേശുക്രിസ്തു ഇതേ കാര്യം പറയുന്നുണ്ട്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല, ഞാൻ പോയാൽ മാത്രമേ കാര്യസ്ഥൻ വരികയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വളരെ വളരെ ലളിതമായിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളാണ്. കാരണം ഈ അടിസ്ഥാന കാര്യങ്ങൾ പോലും നമ്മുടെ സഭയിലുള്ള ആൾക്കാർക്ക് പോലും പലർക്കും ക്ലാരിറ്റി ഇല്ല. എന്നാലും ഒരു കണ്ടീഷനുണ്ട്. യോഹന്നാൻ 7:37 തന്നിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരുടെ യേശുക്രിസ്തു പറയുമ്പോഴും, യോഹന്നാന്റെ 4-ാമത്തെ അധ്യായത്തിൽ ശമരിയക്കാരി സ്ത്രീയെടുത്തൊക്കെ പറയുമ്പോഴും യേശുക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റിട്ടില്ലായികയാൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തോടു കൂടി സംഭവിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ പറയുന്നതാണ് ഇതെല്ലാം. എന്നിട്ട് വീണ്ടും ഞാനൊന്നുകൂടി ലളിതമാക്കാം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായിട്ട് യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേൽക്കണം. യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ കൂടി, ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചോദിക്കുന്നതിൽ കൂടി പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്നുള്ളതാണ് ദൈവം പഠിപ്പിക്കുന്നത്. ഞാൻ എന്തിനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞത്? ഇന്നും നമ്മുടെ സഭയിലെ വിശ്വാസികൾക്ക് ഇത് അറിയത്തില്ല. നമ്മുടെ സഭയിലെ വിശ്വാസികളൊക്കെ നാട്ടിൽ പോകുമ്പോൾ മിക്കവാറും വല്ല പെന്തക്കോസ് പള്ളിയിലൊക്കെ പോകും. പെന്തക്കോസ് ചർച്ചിൽ പോകുമ്പോൾ അവിടുത്തെ പാസ്റ്റർമാർ ചോദിക്കും, പരിശുദ്ധാത്മാവിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. നമ്മുടെ വിശ്വാസികൾ പറയും, പരിശുദ്ധാത്മാവിന് ലഭിച്ചിട്ടില്ലെന്ന് പറയും. പരിശുദ്ധാത്മാവിന് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് നിശ്ചയജീവൻ പ്രാപിച്ചിട്ടില്ല, നിങ്ങൾ ദൈവമക്കളല്ല. ഇതാണ് അതിൻ്റെ ലളിതമായിട്ട് ഉത്തരം. ഇത് കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നും ഇത്ര ലളിതമായിട്ടുള്ള സത്യങ്ങൾ നമ്മുടെ സഭയിലെ വിശ്വാസികൾക്കും അറിയത്തില്ല എന്നുള്ളതൊരു പരിതാപകരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇത് പറഞ്ഞു കൊടുക്കാൻ മറ്റുള്ളവരും ഇല്ല എന്നുള്ളത് അതിനേക്കാൾ പരിതാപകരമായ കാര്യമാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ വിശ്വാസികൾ പറയുമ്പോഴും നമ്മുടെ ചർച്ചിലെ പഴയ വിശ്വാസികൾ പോലും ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് അവർ തയ്യാറാവുന്നില്ല. അതിൻ്റെ അർത്ഥം ഇത് ഇപ്പോഴും പലർക്കും ക്ലിയർ അല്ല എന്നുള്ളതാണ്. ഇതാണ് ഞാൻ ഏറ്റവും വളരെ ബേസിക്കായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്? വിശ്വസിക്കുന്നതിൽ കൂടിയാണ്, യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നതിൽ കൂടിയാണ്. നേരെ കർത്താവ് ശമരിയക്കാരി സ്ത്രീയെടുത്ത് പറയാണ്, നീ ചില കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, നീ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, അത് തരാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ വേറെ ആർക്കും പരിശുദ്ധാത്മാവിനെ തരാനായിട്ട് കഴിയത്തില്ല. നിങ്ങൾ ആരേതെങ്കിലും പാസ്റ്ററുടെ അടുത്ത് പോയി തലയിൽ കൈ വെച്ച് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ തരാൻ ആ വ്യക്തിക്ക് കഴിയത്തില്ല. കർത്താവിന് മാത്രമേ അത് തരാനായിട്ട് കഴിയത്തുള്ളൂ. കർത്താവാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം ചെയ്യുന്നത്. കർത്താവിൻ്റെ അടുത്താണ് പോകേണ്ടത്. രക്ഷിക്കപ്പെടുമ്പോഴാണ് അത് സംഭവിക്കുന്നത്, വിശ്വസിക്കുന്നതിൽ കൂടിയാണ് അത് സംഭവിക്കുന്നത്. അന്നേരം ആദ്യത്തെ സ്റ്റെപ്പ് യേശുക്രിസ്തു ഈ ശമരിയക്കാരി സ്ത്രീയെടുത്ത്, ഒന്നും അറിയാത്തൊരു സ്ത്രീയെടുത്ത് പറയാണ്, നീ ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അത് പരിശുദ്ധാത്മാവാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നതിന് ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അവനത് തരാൻ കഴിയുമെന്ന് നിനക്ക് അറിഞ്ഞിരുന്നെങ്കിൽ, നീ ഇമ്മീഡിയറ്റ്ലി അവരോട് ചോദിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെ അവരോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിനക്ക് തരുമായിരുന്നു ചെയ്യുമായിരുന്നു പറയാം. അപ്പോൾ ഈ സ്ത്രീക്ക്, നമ്മളുടെ പല വിശ്വാസികളെ പോലെ തന്നെ ഈ സ്ത്രീക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അന്നേരം ആ സ്ത്രീ പറയുകയാണ്, ഒരു
പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി അവിടെ പറയാണ്. യജമാനെ, നിനക്ക് കോരുവാൻ പാത്രമില്ല, ഈ കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ നീ ജീവനുള്ള വെള്ളം എങ്ങനെ തരുമെന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ, അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്, ഞങ്ങളും അവനും അവൻ്റെ മക്കളും മൃഗങ്ങളും ഈ വെള്ളം കുടിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. അന്നേരം വീണ്ടും ഈ സ്ത്രീ നാച്ചുറലായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യാണ്, ഇത് അനേക വർഷങ്ങളായിട്ട് ഞങ്ങൾ കുടിച്ചു പോരുന്ന വെള്ളമാണ്, നീ പിന്നെ എങ്ങനെയാണ് ജീവനുള്ളത് വെള്ളം തരുന്നതെന്ന് പറയാണ്. നീ യാക്കോബിനേക്കാൾ വലുതാണ്. എന്നാലും യേശു ക്രിസ്തു അടുത്തൊരു സ്പിരിച്വൽ ട്രൂത്തിലേക്ക് പറയാണ്, ഈ വെള്ളം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങളെ വീണ്ടും തേഴ്സ്റ്റിയാക്കിക്കൊണ്ടിരിക്കും. ഇതൊരു സിന്നിൻ്റെ പ്രിൻസിപ്പിളും കൂടിയാണ്. സിൻ ഒരിക്കലും ഒരു വ്യക്തിയെ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. എവ്രി സിൻ വിൽ ബ്രിങ് യു മോർ അഡിക്ഷൻ. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വളരെ പ്രശസ്തനായിട്ടുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഒരു തിരക്കഥാകൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു സ്റ്റോറി അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് മദ്യപാനത്തിന് അഡിക്റ്റഡ് ആയെന്നുള്ളത് അദ്ദേഹം പറയുന്നത്. അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ്. ഞാനത് കേട്ടപ്പോൾ അദ്ദേഹം ഒരു പെഗ്ഗിൽ നിന്ന് തുടങ്ങി അവസാനം കുടിച്ച് ഇദ്ദേഹത്തിന് വളരെ പ്രശസ്തനായിട്ടൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ നശിച്ച് അദ്ദേഹത്തിന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ, സംസാരിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ, പേന കൈകൊണ്ട് പോലും പറ്റാത്ത രീതിയിൽ ഇദ്ദേഹം അഡിക്റ്റഡായി. അതിനുശേഷം ഇദ്ദേഹം ഒരു ധ്യാനകേന്ദ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു ധ്യാനകേന്ദ്രമല്ല, വളരെ ഒരു സ്പിരിച്വലായിട്ടുള്ളൊരു ക്രിസ്ത്യൻ ഒരു ബൈബിൾ ടീച്ചറുടെ അടുത്ത് പോവുകയും അദ്ദേഹം അതിൽ ഡെലിവറൻസ് പ്രാപിക്കുകയും ചെയ്ത കാര്യമൊക്കെ അദ്ദേഹം പറയുമായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവോട് പറയുന്നൊരു സത്യമുണ്ട്, ഒരു പാപവും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കൂടുതൽ അതിലേക്ക് അഡിക്ഷൻ ഉണ്ടാക്കുകയും കൂടുതൽ അത് കുടിക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നല്ലാതെ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കില്ല. അന്നേരം ഒന്നാമത്തെ കാര്യം കർത്താവ് പറയാണ്, ഹോളി സ്പിരിറ്റ് വിൽ സാറ്റിസ്ഫൈ യുവർ നീഡ്. നിങ്ങളുടെ ഏറ്റവും വലിയ നീഡിനെയും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിന് മാത്രമേ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് തരാനായിട്ട് കഴിയത്തുള്ളൂ. മാത്രമല്ല അതിൻ്റെ ഒരു അടുത്തൊരു കാര്യം പറയാണ്. ഞാൻ പറഞ്ഞ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ശമരിയക്കാരെ സ്ഥലത്തൂരാണ് പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് യേശുക്രിസ്തു ആദ്യം പറഞ്ഞത്. വിശ്വസിക്കുന്നതിൽ കൂടി എങ്ങനെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ വന്ന പരിശുദ്ധാത്മാവ് എങ്ങനെയായി തീരും എന്നുള്ളതാണ് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം, ലഭിച്ച ആ വെള്ളം എന്തായിത്തീരും എന്ന് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഉള്ളിൽ നിന്ന് അതൊരു ഫൗണ്ടനായി പുറത്തേക്ക് ഒഴുകുന്ന ഒരു ഫൗണ്ടനായി തീരും, നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊരു കോൺട്രാസ്റ്റ് ഇവിടെ യേശുക്രിസ്തു പറയാണ്. ഈ സ്ത്രീ തന്നെ പറഞ്ഞു, ഈ കിണർ വലിയ ആഴമുള്ളതാണ്. ഈ വെള്ളത്തിൽ, ഈ കിണറിലാണെങ്കിൽ അന്നത്തെ കാലത്ത് കിണറ്റിൽ നമ്മൾ കപ്പി ഇട്ട് കോരുകയല്ല ചെയ്യുന്നത്, കിണറ്റിൽ ഇറങ്ങി കോരുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ വെള്ളം കോരുക എന്ന് പറഞ്ഞ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ്, വളരെ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു പണിയാണ് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരുക എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർവെല്ലിൽ വെള്ളം അടിക്കുന്ന പോലെയാണ്. അതിന് കർത്താവ് പറയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒന്ന്, അത് നിങ്ങൾക്ക് നിത്യജീവൻ തരുന്നു എന്ന് മാത്രമല്ല, അത് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ഒരു നീരുറവയായി തീരും എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു ഫൗണ്ടനെ ദൈവം ഫിക്സ് ചെയ്യാണ്. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക്, അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ റിവേഴ്സ്, നദികൾ പുറത്തേക്ക് ഒഴുകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ നാച്ചുറൽ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന രീതിയിൽ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സാധിക്കുന്നതിന് വേറെ കണ്ടീഷനുണ്ട്, ഞാൻ അതിലേക്ക് ഇപ്പം പോകുന്നില്ല. നേരെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടി മാത്രമല്ല, സ്വർഗത്തിൽ പോകുക എന്നുള്ളതല്ല അതിൻ്റെ കണ്ടീഷൻ. ഈ ഭൂമിയിൽ പരിശുദ്ധാത്മ നിറവിലൊരു ജീവിതം നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കും. അന്നേരം ആദ്യത്തെ കണ്ടീഷൻ ചോദിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായിട്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെടാത്തവർ പരിശുദ്ധാത്മാവിനെ ചോദിച്ച് പരിശുദ്ധാത്മാവിനെ പ്രസി, ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, കർത്താവ് വരാൻ എങ്ങനെയാണല്ലോ വാട്ട് ഔട്ട് ഈസ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു. രക്ഷിക്കപ്പെട്ടവരടുത്ത് പിന്നെ കർത്താവ് പറയുന്ന കമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നുള്ളതാണ്.
അതാണ് എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫൗണ്ടൻ ദൈവം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഈ ഫൗണ്ടൻ നിങ്ങളെ പരിപൂർണമായിട്ടും നിറയ്ക്കണം. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ശുശ്രൂഷയിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെ സാധ്യമാകും? ഇത് സാധ്യമാകണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാണ്. ഇതാണ് പലർക്കും, ഞാൻ അതിൻ്റെ മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടി വിശദീകരണത്തിലേക്ക് പോകാം. പരിശുദ്ധാത്മാവിനെ കൂടുതലായിട്ട് ഇനി നമുക്ക് ദൈവം തരാനായിട്ടില്ല. പരിശുദ്ധാത്മാവിനെ കൂടുതലായിട്ട് ദൈവം തരാനായിട്ട്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ഫൗണ്ടനാണ്. ആ ഫൗണ്ടൻ നമ്മളെ പരിപൂർണമായിട്ടും നിയന്ത്രിക്കണം. അത് ജീവജലത്തിൻ്റെ നദികൾ നമ്മൾ, അതുകൊണ്ടാണ് പലപ്പോഴും പരിശുദ്ധാത്മാവിനെ കെടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അത് വിളക്ക് പറയുടെ കീഴിൽ വെക്കുന്നത് പോലെ, ഒരു വെള്ളത്തിൻ്റെ ഫ്ലോ തടയുന്നത് പോലെ നമുക്കതിനെ തടയാനായിട്ട് കഴിയും, ഇല്ലെങ്കിൽ ഒഴുകാൻ അനുവദിക്കാനായിട്ട് കഴിയും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് ഇനി കൂടുതലായിട്ട് നമുക്ക് തരാനായിട്ടൊന്നുമില്ല. ദൈവം പരിശുദ്ധാത്മാവിനെ തന്നു കഴിഞ്ഞു. ഈ പരിശുദ്ധാത്മാവിനെ ആ ഒഴുക്കിനെ തടയുകയോ ഇല്ലെങ്കിൽ ആ ഒഴുക്കിന് വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അന്നേരം പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്നത് വീണ്ടും എഗെയിൻസ് ഒരു തെറ്റായിട്ടുള്ള ഒരു പല ടീച്ചിങ്ങുകളുടെ കാര്യമാണ്. പരിശുദ്ധാത്മ നിറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കൂടുതലായിട്ട് ഇനിയും ദൈവം സ്വർഗത്തിൽ തരിക എന്നുള്ളതല്ല. ആ തന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് പുതിയ നിയമം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കുക. അത് അങ്ങനത്തെ കൽപ്പനകളേ ഉള്ളൂ. ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ആത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കുക, ആത്മാവിനെ കെടുക്കാതിരിക്കുക, ആത്മാവിനാൽ നിറയപ്പെടുക. ഇങ്ങനെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും പിന്നീടുള്ള കമാൻഡ്മെന്റ്സ് എല്ലാം പോകുന്നത്. എന്നാൽ അതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നു. അതിനു മുമ്പ് ചോദിക്കുക എന്നുള്ളതായിരുന്നു. ഇത് നമ്മളുടെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ചോദിക്കുന്നത് റിസീവ് ചെയ്യുന്നതും അവിശ്വാസിയായിട്ടുള്ള വ്യക്തി രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണെങ്കിൽ രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കർത്താവ് അടുത്തൊരു സ്റ്റേജിനെ പറ്റി പറയുകയാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ടൊരു ടിക്കറ്റ് അല്ല. ടിക്കറ്റും ആണ് എന്ന് നമുക്ക് വേണേൽ പറയാം. എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട് അത് പരിശുദ്ധാത്മാവ് ഒരു അച്ചാരമായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ദാറ്റ്സ് വൺ പാർട്ട്. എന്നാൽ അത് മാത്രമല്ല, അതല്ല പ്രധാന ഉദ്ദേശം. സ്വർഗത്തിൽ പോകാൻ ഒരു ടിക്കറ്റായിട്ട് പരിശുദ്ധാത്മാവിനെ തരുന്നതല്ല. ഈ ഭൂമിയിൽ ക്രിസ്തീയ ജീവിതം യഥാർത്ഥത്തിൽ ഒരു സ്ട്രെയിനായിട്ട് ബുദ്ധിമുട്ടി ജീവിക്കേണ്ട ഒരു ജീവിതമല്ല. അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ഈ ക്രിസ്തീയ ശുശ്രൂഷയും അങ്ങനെയല്ല. ഇങ്ങനെ ബോറിംഗ് ആയിട്ട് മൊണോട്ടണസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മ നിറവിലാകുമ്പോൾ അതൊരു ഒരു പുഴ ഒഴുകുന്നത് പോലെ ആയിരിക്കും. അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അത്രയ്ക്ക് നാച്ചുറലായിരിക്കും. പക്ഷെ അതിനെന്ത് ചെയ്യണം? നമ്മളതിന് പരിപൂർണമായിട്ടൊരു ഏൽപ്പിച്ചു കൊടുക്കണം. നമുക്ക് അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്നൊരു നീർ, ഒരു ഡെഡ് വാട്ടർ എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന ഒരു ജലാശയത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു പറയുന്നത്, നീ ആ കുഴിക്കകത്തോട്ട് ഇറങ്ങി വെള്ളം കോരി ഇങ്ങനെ ചെയ്യുന്ന ഒരു ക്രിസ്തീയ ജീവിതമല്ല പരിശുദ്ധാത്മ നിറവിലെ ജീവിതം. അങ്ങനത്തെ ഒരു ശുശ്രൂഷയല്ല, ബുദ്ധിമുട്ടി അങ്ങനത്തെ ഒരു കാര്യമല്ല. ഇത് ആത്മനിറവുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുഴയൊഴുകുന്ന പോലെയാണ്. ഇതാണ് കർത്താവ് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്. അന്നേരം പറയാണ് അതിൻ്റെ നിത്യജീവിക്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറയായിത്തീരുന്നു. ഞാൻ പറഞ്ഞു ഈ കോൺവെർസേഷൻ രണ്ട് ടൈപ്പിലാണ്. കർത്താവ് ആത്മീയ കാര്യങ്ങൾ പറയുന്നു, ഈ സ്ത്രീക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല, ഈ സ്ത്രീ നാച്ചുറലായിട്ട് കാര്യങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഈ സ്ത്രീയുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ അടുത്തുള്ള ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട്. ആദ്യം ഒരു യഹൂദൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ അവസാനമാകുമ്പോഴേക്കും ഈ സ്ത്രീക്ക് യേശുക്രിസ്തു മസിഹയാണെന്ന് മനസ്സിലാവുന്നു. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയതായിട്ടൊന്നും അന്നേരം പിടി കിട്ടുന്നില്ല. കർത്താവ് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കണം. വീണ്ടും ഈ സ്ത്രീ മാനുഷികമായിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ത്രീ അവനോട്, യജമാനെ എനിക്ക് ദാഹിക്കാതെയും ഞാൻ കൂരുവാൻ ഇവിടെ വരെ വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അന്നേരം ഈ സ്ത്രീ ചോദിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ പറ്റി ഒന്നും ഈ സ്ത്രീക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ സ്ത്രീ ഒരു നീഡിലേക്ക് വരികയാണ്. ആ വെള്ളം ഏതായാലും എനിക്ക് വേണമെന്ന് പറയാണ്. അവിടെ കർത്താവ് ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്. എന്താണ് ആ കണ്ടീഷൻ? ആ വെള്ളം ഞാൻ നിനക്ക് തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത്? അവിടെ പറയണം, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. അന്നേരം ഒരു കാര്യം പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ ഇല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കാനുള്ള കണ്ടീഷനായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ള അവസ്ഥയിൽ നിങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരണം. ഒരു ഹിഡനായിട്ടുള്ള ഒരു ലൈഫുമായിട്ട്, ഒരു മറച്ചു വെച്ചിരിക്കുന്ന ഒരു ലൈഫുമായി പാപത്തിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ആഗ്രഹത്തിൽ നിങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ദൈവം തരത്തില്ല, നിത്യജീവൻ നിങ്ങൾക്ക് ലഭിക്കില്ല. നേരെ നീ എന്ത് ചെയ്യണം? നീ നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. എൻ്റെ സ്ത്രീ എന്ത് പറഞ്ഞു?
എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. എങ്ങനെ അറിയാം? കർത്താവ് അടുത്ത വാക്യം പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നുണ്ട് അല്ലേ? എന്നിട്ട് ഒരു സത്യമാണ് ആ സ്ത്രീ പറഞ്ഞത്, എനിക്ക് ഭർത്താവില്ല. അത് സത്യമാണോ ശരിക്കും പൂർണ്ണമായിട്ടും? അത് നമുക്കൊരു സത്യം പറയാം. ഒരു സത്യം പറഞ്ഞുകൊണ്ട് നമുക്കൊരു കള്ളം മറച്ചു വയ്ക്കാം അല്ലേ? ഈ സ്ത്രീയുടെ ലൈഫ് മറച്ചു വയ്ക്കാൻ വേണ്ടി ഒരു സത്യം പറയുകയാണ്. ഈ സ്ത്രീ പറഞ്ഞു എനിക്ക് ഭർത്താവൊന്നുമില്ല. അവർ ശരിയാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ് നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ അത് പൂർണ്ണമായിട്ടും ശരിയല്ല. ചില കാര്യങ്ങളിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നീ പറഞ്ഞൊരു സത്യമാണിത്. സത്യം എന്ന രീതിയിൽ നീ പറഞ്ഞതിൻ്റെ പുറകിൽ ചില ഹിഡൻ പാപങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണത്? നീ പറഞ്ഞത് സത്യം തന്നെ, നിനക്ക് ഭർത്താവില്ല എന്ന് അവരോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴും ഒരുത്തനുണ്ട്, അവൻ നിൻ്റെ ഭർത്താവില്ല. എന്നിട്ട് 5 കല്യാണം കഴിച്ചു, ഡൈവോഴ്സായി, 6ാമത് കല്യാണം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സ്ത്രീ പറഞ്ഞത് വളരെ സത്യമാണ്, ഈ സ്ത്രീക്ക് ഭർത്താവുമില്ല അറ്റ് പ്രസൻറ്റ്. അന്നേരം കർത്താവ് വളരെ ക്ലിയറായിട്ട് വളരെ ലളിതമായിട്ട് ഈ സ്ത്രീയുടെ സിൻ എക്സ്പോസ് ചെയ്യുകയാണ്. സിൻ എക്സ്പോസ് ചെയ്ത മനുഷ്യർക്ക് മുമ്പിലല്ല, കർത്താവിന് മുമ്പിൽ ഒരു റിപ്പൻറ്റൻസിന് വേണ്ടിയിട്ട് കർത്താവ് ഈ സ്ത്രീയെടുത്ത് ആവശ്യപ്പെടുകയാണ്. സ്ത്രീ അന്നേരം എന്ത് ചെയ്തു? സ്ത്രീ ഓട്ടോമാറ്റിക്കലി സബ്ജക്റ്റ് അങ്ങ് മാറ്റി. ഭർത്താവിൻ്റെയും കല്യാണം കഴിയാതെ പുരുഷന്മാരുടെ കൂടെ ജീവിച്ചതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും സ്ത്രീ ഒരു തിരിച്ചിപ്പം ഈ സ്ത്രീയാണ് സ്പിരിച്വൽ കാര്യം പറയുന്നത്. എന്താണ് സ്ത്രീ എന്താ പറയുന്നത്? നമുക്കെപ്പോഴും എന്താണ് നമ്മൾ സ്പിരിച്വൽ കാര്യങ്ങൾ പറയുന്നത് എപ്പോഴാണ്? നമ്മൾ സ്പിരിച്വൽ കാര്യം പറയുന്നത് നമ്മളുടെ നാച്ചുറലായിട്ടുള്ള ചില പാപങ്ങളെ മറച്ചു വയ്ക്കാനായിട്ടാണ്. നമ്മൾ സ്പിരിച്വലായിട്ടുള്ള തിയോളജിക്കൽ ഡോക്ടറിൻ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് കത്തോലിക്കരുടെ വിശ്വാസമാണോ ശരി? ഞാൻ ഈ നാട്ടിൽ പോയപ്പം കടയായിരുന്നു, നമ്മുടെ ആ ഇരിങ്ങാലക്കുട ഏരിയയിലൊക്കെ ഈ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ അവരുടെ ജീവിതത്തിലൊക്കെ പല പല പ്രശ്നങ്ങളുള്ളവരും കത്തോലിക്ക സഭയിലെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതാണ് ഇവരുടെ റിസർച്ച്. അതങ്ങനെ ചെയ്യാമോ ഇങ്ങനെയാണ്. ഞാൻ ഡീറ്റെയിലേക്ക് നോക്കുന്നത് ഒരു 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 കുടുംബം, ആ കുടുംബത്തിൽ ആ കംപ്ലീറ്റ്ലി ഭർത്താവും ഭാര്യയും തമ്മിൽ ഡൈവേഴ്സ് പോലാണ്, പക്ഷെ അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചിൽ പ്രസംഗിക്കുന്ന മുഴുവൻ കത്തോലിക്ക സഭയിലെ പ്രശ്നങ്ങളെ പറ്റിയാണ്. ഈ തിയോളജിക്കൽ കാര്യങ്ങളൊക്കെ ആൾക്കാർ എന്തിനാണ് പറയുന്നത് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇവരുടെ അടിസ്ഥാന പ്രശ്നം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പല കാര്യങ്ങൾ കിടക്കുമ്പോഴാണ് ഇവർ വലിയ വലിയ സ്പിരിച്വൽ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നത്. അങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ ചെയ്യാമോ, കൊന്ത ചൊല്ലാമോ, ഇല്ലേ അവരുടെ എന്തെങ്കിലും പരിപാടിക്ക് പോകാമോ, വലിയ വലിയ ഡിസ്കഷനാണ്. സഹോദരൻ്റെ വീട്ടിൽ ഇതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. അത് അവിടെ അവർ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യതയില്ല, അവിടെ വഴക്ക് നടക്കുന്നു. പക്ഷേ കത്തോലിക്ക സഭയിൽ പോകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ വിഷയം. ഞാനീ പറയുന്ന കത്തോലിക്കരെ സപ്പോർട്ട് ചെയ്യാനൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഞാൻ പക്ഷേ ചില ആൾക്കാരുടെ ഹിപ്പോക്രസിയാണിത്. എന്താണെന്നറിയാമോ? ഈ സ്ത്രീയുടെ കൂട്ട് തന്നെ അടിസ്ഥാന പ്രശ്നം അവിടെ കിടക്കുകയാണ്. 5 ആൾക്കാരുടെ കൂടെ ജീവിച്ച് 6ാമത്തെ ആളുടെ കൂടെ ജീവിക്കുന്ന ആൾ ചോദിക്കുകയാണ് അവിടെ വർഷിപ്പ് ചെയ്യുന്നതാണോ നല്ലത്, ഇവിടെ വർഷിപ്പ് ചെയ്യുന്നതാണോ ചെയ്യുന്നത്, കത്തോലിക്ക സഭയിൽ പോകുന്നതാണോ നല്ലത്, പെന്തക്കോസ്ത് സഭയിൽ പോകുന്നതാണോ നല്ലത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നതാണോ നല്ലത്, ഏതാണ് സ്പിരിച്വൽ? ഇതാണ് ചോദ്യം. ഈ സ്ത്രീക്കാണ് സ്ത്രീ അവനോട് നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നത്. കാരണം ചില കാര്യങ്ങൾ നീ ഈ സ്ത്രീ യഹൂദനാണെന്നുള്ളത് മാറി ഇദ്ദേഹത്തിന് മനസ്സിലായി ഇവൻ പ്രവാചകനാണ്. ഈ കാര്യങ്ങളൊക്കെ പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ രഹസ്യ കാര്യങ്ങളൊക്കെ പുറത്തു പറയും. പ്രവാചകൻ നീ കാണും. അന്നേരം നിനക്കൊരു അടുത്ത് ഞാൻ ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വരുന്നു, നമസ്കരിക്കേണ്ട സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു, ഇതിലേതാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഈ ഹിസ്റ്റോറിക് ഫാക്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ശമര്യരും യഹൂദന്മാരും വിളിക്കുന്നത് ഒരേ ദൈവത്തെ തന്നെയാണ്, പക്ഷേ ഇവരുടെ വർഷിപ്പ് പ്ലേസ് വ്യത്യാസമാണ്. യെരുശലേമിലാണ് യഥാർത്ഥത്തിലുള്ള വർഷിപ്പ് നടക്കുന്നതെങ്കിൽ ശമര്യർ വിശ്വസിക്കുന്ന ആ ശമര്യയിലുള്ള ഒരു മലയുണ്ട്, ആ മലയിലാണ് അവരുടെ വർഷിപ്പ് നടക്കുന്നത്. അന്നേരം സബ്ജക്റ്റ് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ചോദിക്കുകയാണ് ഏത് വർഷിപ്പാണ് ശരി, ഏത് രീതിയിലാണ് വർഷിപ്പ് ചെയ്യേണ്ടത്. സ്പിരിച്വൽ ചോദ്യങ്ങളിലേക്ക് വരികയാണ്. കർത്താവ് അന്നേരം വീണ്ടും ആ സ്ത്രീയുടെ പാപം എക്സ്പോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. നാച്ചുറലി കർത്താവിന് മനസ്സിലായി ഈ സ്ത്രീ സബ്ജക്റ്റ് ഷിഫ്റ്റ് ചെയ്തു. കർത്താവ് അതിന് തന്നെ ആൻസർ പറയുകയാണ്. ഞാനത് വിചാരിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ഒരു പേഷ്യൻസാണ് കാണുന്നത്. കർത്താവിന് മനസ്സിലായി ഈ പാപത്തെപ്പറ്റി ഒന്നും സംസാരിക്കുന്ന ഈ സ്ത്രീക്ക് ഇഷ്ടമല്ല. ഈ സ്ത്രീക്ക് വർഷിപ്പിനെ പറ്റി സംസാരിക്കുന്നത് സബ്ജക്റ്റ് മാറ്റാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ്
ഇതിലെ ഏറ്റവും സ്പിരിച്വലായിട്ടുള്ള കാര്യത്തിലേക്ക് പോവാണ്. ഈ സ്ത്രീക്ക് ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയാത്ത, ഇന്നും വിശ്വാസികൾക്ക് പലർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സത്യം യേശു ക്രിസ്തു, ഇല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയൊരു സ്പിരിച്വൽ ട്രൂത്തിലേക്ക് യേശു ക്രിസ്തു സബ്ജക്റ്റ് ഷിഫ്റ്റ് ചെയ്യാണ്. കർത്താവ് പറയാണ്, ഈ മലയിലാണോ യെരുശലേമിലാണോ ഏതാണ് ശരിയായ വർഷിപ്പ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ശരിയായ വർഷിപ്പ്? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഏതാണ് കറക്റ്റായിട്ടുള്ള വർഷിപ്പ് പറയാമോ ബ്രദറെ? ഏതാണ് യെരുശലേമിലെ വർഷിപ്പാണോ ശരി, ശമര്യയുടെ വർഷിപ്പാണോ ശരി? ഏതാണ് ജസ്റ്റ് ബ്രദർ പറയാം. ജെറുസലേമിലെ വർഷിപ്പാണ് കറക്റ്റാണ്. കർത്താവ് പറയാണ് നിങ്ങളുടെ വർഷിപ്പ് തെറ്റാണ്, ജെറുസലേമിലെ വർഷിപ്പാണ് കറക്റ്റ്. കാരണം എന്താണ്? കർത്താവോട് വർഷിപ്പ് ചെയ്യാനായിട്ടാണ് കൽപ്പിച്ചത്. അവിടെയാണ് കർത്താവ് ശലോമോന്റെ അടുത്ത് പറഞ്ഞത്, ഇവിടെ പ്രാർത്ഥിക്കുന്നിടത്ത് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി അവിടെ തുറന്നിരിക്കുകയും ചെയ്യുന്നത്. അതേ സ്ഥലത്താണ്. അതൊരു വ്യത്യാസമൊന്നുമില്ല. കർത്താവിൻ്റെ റോളുകളൊന്നും കർത്താവ് മാറ്റിയിട്ടില്ല. എന്നിട്ട് കർത്താവ് ഈ സ്ത്രീ ചോദിച്ച ആ ചോദ്യത്തിന് കർത്താവ് പറയാണ്, നിങ്ങൾ അറിയാത്തതിനെ വർഷിപ്പ് ചെയ്യുന്നു, ഞങ്ങൾ അറിയുന്നതിനെ വർഷിപ്പ് ചെയ്യുന്നു. ഈ രക്ഷ ലോകത്തിന് വരുന്നത് യഹൂദന്മാരിൽ കൂടിയാണ്. കാരണം യഹൂദന്മാരെയാണ് കർത്താവ് തിരഞ്ഞെടുത്ത്, യഹൂദന്മാർക്കാണ് യഥാർത്ഥ ആരാധന കൊടുത്തത്, യഹൂദന്മാരുടെ വർഷിപ്പാണ് ശരി, യഹൂദന്മാരാണ് യഥാർത്ഥ തിരുവെഴുത്തുകളുടെ കസ്റ്റോഡിയൻസ്. കർത്താവിന് അതിൽ യാതൊരു സംശയവുമില്ല. കർത്താവ് പറയുന്നത് അതാണ് ശരി, നിങ്ങളുടെ വർഷിപ്പ് തെറ്റാണ്. പക്ഷേ ശരിയായ വർഷിപ്പ് വരാൻ പോകുന്നതേ ഉള്ളൂ. കർത്താവ് എന്നിട്ട് പറയാണ്, അടുത്ത വാക്യം, സ്ത്രീയെ, 24ാമത്തെ വാക്യം, സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക. ഇവിടെ വരെ വന്നിട്ട് കർത്താവ് പറയാണ്, നിങ്ങൾ പിതാവിനെ വർഷിപ്പ് ചെയ്യുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന വർഷിപ്പ് എന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ വർഷിപ്പ് ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ വർഷിപ്പ് ചെയ്യുന്നവർ, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. അന്നേരം യേശു ക്രിസ്തു എന്താണ് ഇവിടെ കോൺവെർസേഷൻ യേശു ക്രിസ്തു തുടങ്ങുന്നത് ഒരു നോർമൽ വാട്ടർ ചോദിച്ചുകൊണ്ടാണ്, ഒരു ദാഹജലം ചോദിച്ചുകൊണ്ടാണ്. അതിൽ നിന്ന് കർത്താവ് സബ്ജക്റ്റ് ഷിഫ്റ്റ് ചെയ്ത് അത് ജീവജലത്തിലേക്ക് കൊണ്ടുവന്നു. നിത്യജീവൻ ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു, നിത്യജീവനിൽ നിറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അതിൽ നിന്ന് ഈ സ്ത്രീ എടുത്ത് തന്നെ യഥാർത്ഥത്തിൽ ആത്മാവിലുള്ള വർഷിപ്പ് എങ്ങനെയാണെന്ന് പറയാണ്. ഇത് മൂന്നും ഇന്നും സാധാരണ വിശ്വാസികൾക്ക് അറിയാത്തതാണ്. ശമരിയക്കാരി സ്ത്രീ എടുത്ത് യേശുക്രിസ്തു പറഞ്ഞ ഈ അടിസ്ഥാന സത്യങ്ങൾ പോലും വിശ്വാസികൾക്ക് അറിയത്തില്ല. പരിശുദ്ധാത്മാവ് റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് നിറവ് എന്താണെന്ന് അറിയത്തില്ല. പരിശുദ്ധാത്മാവുള്ള ആത്മാവിലും സത്യത്തിലുള്ള വർഷിപ്പ് എന്താണെന്ന് അറിയത്തില്ല. ഇത് മൂന്നും ആൾക്കാർ കണക്ട് ചെയ്യുന്നത് അന്യഭാഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പരിശുദ്ധാത്മാവ് റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഭാഷ പറയുകയാണെന്നാണ് ചിലർ ചിന്തിക്കുന്നത്. പരിശുദ്ധാത്മ നിറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഭാഷ പറയുന്നതാണെന്ന് ചിന്തിക്കുന്നത്. ആത്മാവിന് സത്യത്തിലുള്ള ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വന്നിരുന്ന് അന്യഭാഷ സംസാരിക്കുന്നതാണെന്ന് ആൾക്കാർ വിശ്വസിക്കും. ഇത്ര മാത്രമേ ആൾക്കാരുടെ സാധാരണ വിശ്വാസികളുടെ, നമ്മളുടെ പലരുടെയും വിശ്വാസികളുടെയും ചിന്താഗതി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ പാസ്റ്റർമാരൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ ഇങ്ങനെയൊക്കെ മറുപടി പറയുന്നത് കൊണ്ടാണ്. ഞാൻ അന്യഭാഷയ്ക്ക് എതിരൊന്നുമല്ല, ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അന്യഭാഷയുടെ ദുരുപയോഗത്തിന് ഞാനെതിരാണ്. സഭയിൽ വരുമ്പോൾ അതിൻ്റെ ക്രമം തെറ്റിച്ച് ഉപയോഗിക്കുന്നതിന് ഞാനെതിരാണ്. പക്ഷേ അന്യഭാഷ ദൈവം കൊടുത്തിട്ടില്ല. ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ അതൊന്നുമല്ല വിഷയം, അതൊന്നുമല്ല ഇവിടുത്തെ സബ്ജക്റ്റ്. പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയാണ്, യഥാർത്ഥ വർഷിപ്പ് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ സത്യ ആരാധന എന്ന് പറയുന്നത് ആത്മാവിലുള്ളതാണ്. അതാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അത് സ്ഥലമോ കാലമോ ഒന്നും വ്യത്യാസമില്ലാതെ ഏതൊരു സമയത്തും എവിടെ നിന്നും ഒരു വ്യക്തിക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് വർഷിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു നാഴിക വരുന്നു. ഇപ്പോൾ അത് വന്നിരിക്കുന്നു. ഇപ്പോൾ അത് വന്നിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ അത് സത്യമാണ്. ഇതെല്ലാ വിശ്വാസികൾക്കായിട്ട് അത് വരാനായിട്ട് പോകുന്നു. അങ്ങനെയാണ് ശരിക്കും വിശ്വാസികൾ വർഷിപ്പ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള വർഷിപ്പേഴ്സിനെ പിതാവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്താണ് ആത്മാവിലും സത്യത്തിലുള്ള ആരാധന എന്നുള്ളതാണ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിലുള്ള സത്യാരാധന എന്താണെന്ന്, അതാണ് അതിൻ്റെ കറക്റ്റ്. അല്ലെങ്കിൽ സത്യമായിട്ടുള്ള ആരാധന ആത്മാവിലുള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ. എന്താണ് അതിനുള്ള വ്യത്യാസം? എന്താണുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി എന്താണ് സാധിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അന്ന് വരെ സാധിക്കാതിരുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തിക്ക് ആത്മാവിൽ ദൈവത്തെ വർഷിപ്പ് ചെയ്യുക എന്നുള്ളത്. അന്ന് വരെ സാധ്യമായിരുന്നില്ല.
അന്ന് വരെ സാധ്യമായിരുന്ന പല കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു പഴയ നിയമ വർഷിപ്പ് നോക്കിയാൽ മതി. പഴയ നിയമ വർഷിപ്പിൽ ആരാധനയുണ്ട്, പഴയ നിയമത്തെ ആരാധനയിൽ പാട്ടുണ്ട്, ഹല്ലേലൂയ ഉണ്ട്, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, വാദ്യോപകരണങ്ങളുണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, തുള്ളലുണ്ട്, ചാട്ടമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ഇതൊന്നുമല്ല ആത്മാവിലുള്ള വർഷിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പിന്നെ എന്താണ് ആത്മാവിലുള്ള വർഷിപ്പ്? അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം അടിസ്ഥാന കാര്യങ്ങളിൽ പല തെറ്റായിട്ടുള്ള ഉപദേശങ്ങളുള്ളതുകൊണ്ടാണ് ഇത് കറക്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ബൈബിളിൽ പഴയ നിയമ ആരാധനയും പുതിയ നിയമ ആരാധനയും രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അറിയാമോ? ഞാനിത് പുതിയ ആൾക്കാരുടെ തല നേരിത് ചോദിക്കുന്നത്, ഞാനിത് പറഞ്ഞു തന്നിട്ടുള്ളവർ തന്നെയാണ് ചോദിക്കുന്നത്. ബൈബിളിൽ ഒരു ചാപ്റ്ററിൽ പഴയ നിയമ ആരാധനയും പുതിയ നിയമ ആരാധനയും രണ്ടും പറയുന്നുണ്ട്. ആദ്യം അത് ഹീബ്രു റൈറ്റർ തുടങ്ങുന്നത് എർത്ത്ലി ടാബർനാക്കിളെ വർഷിപ്പ് പറഞ്ഞിട്ടാണ്. എൻ്റെ ബൈബിളിൽ അതിൻ്റെ ഹെഡിങ് തന്നെയാണ് വർഷിപ്പിൻ്റെ എർത്ത്ലി ടാബർനാക്കിൾ. എന്നാൽ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഹീബ്രു റൈറ്ററും പോകുന്നില്ല, അദ്ദേഹം അത് പറഞ്ഞങ്ങ് പോവുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട് അതിലുള്ള കാരണങ്ങൾ പറയാണ്. ആദ്യ നിയമത്തിന് ആരാധനയ്ക്കുള്ള ചട്ടങ്ങളുണ്ടായിരുന്നു, ലൗകികമായിട്ടുള്ള വിശുദ്ധം. അന്നേരം കർത്താവ് ഹീബ്രു റൈറ്ററാണ് ഫസ്റ്റ് കവനൻ്റ്, ഒരു ആദ്യത്തെ കവനൻ്റ് നിലനിന്നപ്പോൾ വർഷിപ്പിനുള്ള പ്ലേസ് ഉണ്ടായിരുന്നു, ആരാധനയ്ക്കുള്ള ചട്ടങ്ങളുണ്ടായിരുന്നു, നിയമങ്ങളുണ്ടായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഹീബ്രു റൈറ്റർ പറയാണ്. എന്നാൽ എന്താണ് അവിടെ ഉണ്ടായിരുന്ന തടസ്സം? എന്തായിരുന്നു അതിൻ്റെ ലിമിറ്റേഷൻ? പഴയ നിയമ ആരാധനയുടെ അടിസ്ഥാന പ്രശ്നം എന്തായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്താണെന്ന് പറയാമോ? ആ ഹീബ്രു റൈറ്റർ ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ പഴയ നിയമ ആരാധനയുടെ ഒരു അടിസ്ഥാന പ്രശ്നം അവിടെ പറയുന്നുണ്ട്. എബ്രായ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ എന്താണെന്ന് പറയാം? സഹോദരന്മാർ ഭാഗത്തുനിന്ന് പറയാം. കൂടെ അതൊന്നും 8-ാമത്തെ അധ്യായത്തിലൊന്നുമല്ല പറയുന്നത്. അവിടെ അടിസ്ഥാന പ്രശ്നം പറയുന്നുണ്ട്. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ തന്നെ, മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം ലഭിക്കാത്ത ആരാധനയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതാണ് അതിൻ്റെ പ്രശ്നം, വേറൊന്നുമില്ല. അവർക്ക് പാട്ട് പാടാനായിട്ട് കഴിയും, അവർക്ക് ഡാൻസ് ചെയ്യാനായിട്ട് പറയും, അവർക്ക് ഹല്ലേലൂയ പാടാനായിട്ട് കഴിയും, എല്ലാം കഴിയും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഒരു തിരശ്ശീല അവിടെ നിലനിൽക്കും. മുൻകൂടാരം നിൽക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കൂടാരത്തെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു തിരശ്ശീല ഉണ്ട് എന്നുള്ളതാണ് പഴയ നിയമത്തിലെ പ്രശ്നം. ഇതൊരു അടിസ്ഥാന പ്രശ്നമാണ്. ഈ തിരശ്ശീല ഉള്ളതുകൊണ്ട് എന്താ പ്രശ്നം? തിരശ്ശീല ഉള്ളത് കൊണ്ട് ഒരു മനുഷ്യനും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയത്തില്ല. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തതുകൊണ്ട് എന്താണ് പ്രശ്നം? അവൻ്റെ മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരാത്ത ആരാധനയാണ് ഇതെല്ലാം. എന്താണ് പ്രശ്നം? ഇവിടെ എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, എബ്രായ ലേഖനകർത്താവ് പറഞ്ഞത് ഇതൊരു കാലഘട്ടത്തിലേക്ക് സാദൃശ്യമാണ്. പഴയ നിയമ ആരാധനയും പുതിയ നിയമ ആരാധനയും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്ന് പറയുന്നത് ഈ തിരശ്ശീല തന്നെയാണ്. ഈ തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഇത് മാറണം. ഇത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് എബ്രായ ലേഖനം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ജീവനുള്ള ഒരു പുതുവഴി കർത്താവ് തുറന്നു. അത് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ഈ ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ തൊട്ട് താഴെ വരെ ചിന്തിപ്പോയി. യേശുക്രിസ്തുവിൻ്റെ ദേഹം എന്ന തിരശ്ശീല കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ യേശുക്രിസ്തു തൻ്റെ ഫിസിക്കൽ ഡെത്ത് ക്രൂശിൽ അക്കംപ്ലിഷ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഈ ദേവാലയത്തിലെ തിരശ്ശീല മാറി ദൈവവും മനുഷ്യനും തമ്മിൽ ആത്മാവിൽ ഒന്നാകാനായിട്ട് കഴിഞ്ഞു. ഇത് അന്ന് വരെ സാധ്യമായിരുന്നില്ല. ഇതായിരുന്നു ആത്മാവിലുള്ള ആരാധനയ്ക്ക് തടസ്സം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും. പിന്നെ പഴയ നിയമ ആരാധനയും പുതിയ നിയമ ആരാധനയും ആരാധനയിലെ ചാട്ടമോ തുള്ളലോ അന്യഭാഷയോ ഇതൊന്നുമല്ല. അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവവും മനുഷ്യനും ആത്മാവിൽ ഒന്നാകാൻ കഴിയാഞ്ഞതുകൊണ്ട് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ ഒരു മനുഷ്യനും കഴിഞ്ഞിരുന്നില്ല. അത് സത്യാരാധനയാവുകയുമില്ലായിരുന്നു. ഇതായിരുന്നു അടിസ്ഥാന പ്രശ്നം. ഇത് വളരെ ലളിതമാണ്. ഇതേ കാര്യമാണ് യേശുക്രിസ്തു ശമരിയക്കാരി സ്ത്രീയെടുത്ത് പറഞ്ഞു വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള ആത്മാവിൽ ഒന്നാക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ യേശുക്രിസ്തു തൻ്റെ ദേഹമെന്ന് തിരശ്ശീല ചിന്തണം. അതോടുകൂടി ദൈവം എന്ത് ചെയ്തു? ദൈവം ദേവാലയത്തിൻ്റെ തിരശ്ശീല മാറ്റി. അതാണ് എബ്രായ ലേഖനത്തിൽ താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു
വരുവാനുള്ള നന്മകളുടെ പുരോഹിതനായി കർത്താവ് വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു ഈ ദേവാലയത്തിൻ്റെ തിരിച്ചേൽച്ചു. എന്നാൽ വേറൊരു കാര്യം കൂടി നടക്കണം. കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ അതിൻ്റെ 3-ാമത്തെ അധ്യായം, 2 Corinthians chapter 3, സോറി 3-ാമത്തെ അധ്യായം തന്നെ. 3-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, വീണ്ടും ഇവിടെയും പഴയ നിയമത്തിൻ്റെ കാര്യവും പുതിയ നിയമത്തിലെ കാര്യം തന്നെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വാക്യങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിന്ന് വായിക്കുന്നതുകൊണ്ട് അതിന് പൂർണ്ണമായിട്ട് അർത്ഥം മനസ്സിലാവത്തില്ല. എങ്കിലും ഞാൻ അതിലേക്ക് പറയാം. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയാണ്, നീങ്ങിപ്പോകുന്നതിൻ്റെ അന്ത്യം ഇസ്രായേൽ മക്കൾക്ക് കാണാതെ പോയാണ് മോശ തൻ്റെ മുഖത്ത് വിട്ടതുപോലെ അല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ പഴയ നിയമം വായിക്കുമ്പോൾ ആ മൂടുപടം നീങ്ങാതെ അവിടെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അതിന് കർത്താവ് ഇവിടെ പറയുമ്പോൾ ഒരു മൂടുപടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ, തിരശ്ശീല തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്. 3 തിരശ്ശീലകളെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ദേവാലയത്തിലെ തിരശ്ശീല, അത് റെപ്രസെന്റ് ചെയ്തിരുന്നത് എന്താണെന്ന് അറിയാമോ? മനുഷ്യന്റെ ഹൃദയത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന തിരശ്ശീലയെ റെപ്രസെന്റ് ചെയ്യുന്നതായിരുന്നു ആ ദേവാലയത്തിലെ തിരശ്ശീല. അതായത് ദൈവവും മനുഷ്യനും തമ്മിൽ ആത്മാവിൽ ഒന്നാകാനായിട്ടുള്ള തടസ്സം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും നടുക്ക് മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന കട്ടിയുള്ള ഒരു വെയിലായിരുന്നു. അതായിരുന്നു മനുഷ്യന്റെ പാപഹൃദയം എന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി കർത്താവ് ആ ദേവാലയത്തിൻ്റെ തിരശ്ശീല തീർന്ന ആ ജീവനുള്ള പുതുവഴി തുറന്നു എങ്കിൽ കർത്താവ് പറയാണ്, ഒരുവൻ മാനസാന്തരപ്പെട്ട് കർത്താവെങ്കിലേക്ക് തിരിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവൻ്റെ ഹൃദയത്തിൽ ഈ തിരശ്ശീല മാറിപ്പോകുന്നു. അതോടുകൂടി കർത്താവും അവനും ഒന്നായി തീരും. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. മോശയുടെ മൂടുപടം പുസ്തകം വായിക്കുമ്പോഴൊക്കെ ഈ മൂടുപടം ഇന്നോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. കർത്താവെങ്കിലേക്ക് തിരിയുമ്പോൾ, ഈ ശമരിയക്കാരി സ്ത്രീയെടുത്ത് പറഞ്ഞ പോലെ മാനസാന്തരപ്പെട്ട് കർത്താവെങ്കിലേക്ക് ഒരുവൻ തിരിയുമ്പോൾ ആ ഹൃദയത്തിൻ്റെ മൂടുപടം മാറിപ്പോവുകയും കർത്താവും അവരുമായിട്ട് ഒന്നാവുകയും ചെയ്യുന്നു. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളത് സ്വാതന്ത്ര്യമുണ്ട്. അതായത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ കർത്തൃത്വം ഏറ്റെടുക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നിയന്ത്രിക്കപ്പെടുകയാണ്, നടത്തപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ മുകളിൽ കർത്തൃത്വം എടുത്ത് അവനെ നയിക്കുന്ന ആ കാര്യമാണ് യഥാർത്ഥത്തിലുള്ള ആത്മാവിൻ്റെ ആരാധന. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അന്നുവരെയും ഒരു വ്യക്തിക്കും പരിശുദ്ധാത്മ നിറവിൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തപ്പെടൽ ഒരു ജീവിതം സാധ്യമായിരുന്നില്ല. അത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി കർത്താവ് സാധ്യമാക്കി തീർത്തു. അങ്ങനെ ഒരു വ്യക്തിക്ക് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാനായിട്ട്. ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ അത് പേഴ്സണലാണ്. അത് പാട്ട് പാടുന്നതല്ല. പാട്ട് പാടുന്നതാകാം, പക്ഷെ പാട്ട് പാടുന്നതോ അന്യഭാഷ പറയുന്നതോ സ്തുതിക്കുന്നതോ ഇതൊന്നുമല്ല. പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നയിക്കപ്പെടുന്നതിനെയാണ് പരിശുദ്ധാത്മാവുള്ള ആരാധന എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതേ സത്യാരാധനയെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യം, 1-2 വാക്യങ്ങൾ. അവിടെ പറഞ്ഞിരിക്കുന്ന, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗവുമായി സമർപ്പിക്കും. അന്നേരം എന്താണ് യഥാർത്ഥത്തിലുള്ള ആരാധന? എന്താണ് ആത്മാവുള്ള ആരാധന? എന്താണ് ആത്മാവുള്ള സത്യ ആരാധന എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു വ്യക്തിയുടെ അവയവങ്ങളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് കർത്തൃത്വം ഏറ്റെടുക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, അല്ലേ? ഇതാണ് ആരാധന എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ആത്മാവുള്ള ആരാധന എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് സാധ്യമായിരുന്നില്ല, ഇതൊരിക്കലും സാധ്യമായിരുന്നില്ല. കാരണം എന്താണ്? പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിയെ നിയന്ത്രിക്കാൻ കഴിയത്തില്ലായിരുന്നു. അവൻ്റെ ഹൃദയത്തിൽ ഒരു മൂടുപടം ഉണ്ടായിരുന്നു. ദേവാലയത്തിലെ തിരശ്ശീല അത് റെപ്രസെന്റ് ചെയ്യുകയാണ്. ഒരു മനുഷ്യന് ദൈവമായിട്ടുള്ള ആത്മാവിലുള്ള ആരാധന സാധ്യമല്ല. ആത്മാവിലൊന്നായി തീരാനായിട്ട് കഴിയത്തില്ല. പിതാവേ എന്ന് വിളിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഗലാത്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നു. അതുകൊണ്ടാണ് പിതാവിനെ ആത്മാവിൽ ആരാധിക്കാനായിട്ട് കഴിയുന്നത്. അന്നേരം എന്താണ് ആത്മാവിലുള്ള ആരാധന? ആത്മാവിലും സത്യത്തിനുള്ള ആരാധന എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ലളിതമാണ്. പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്തൊരു വ്യക്തി, പരിശുദ്ധാത്മാവിൻ്റെ ജീവജല നദികളിൽ നിറയപ്പെടുന്ന ഒരു വ്യക്തി, തൻ്റെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്ന ആ ജീവിത ശൈലിയാണ്
ആത്മാവിലും സത്യത്തിലുള്ള ആരാധന എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു പബ്ലിക് മീറ്റിങ്ങിനെ പറ്റി പ്രൈമറിലി പറയുന്നൊരു കാര്യമേ അല്ല. മീറ്റിങ്ങിന് വന്നിട്ട് പാടുന്നതോ അതുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റ്ലി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. അത് ഇൻഡിവിജ്വലായിട്ട് അതുകൊണ്ടാണ് റോമാലേഖനത്തിലേക്ക് പൗലോസ് പറഞ്ഞത്, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫിലിപ്പ് ലേഖനത്തിലേക്ക് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളാണ് യഥാർത്ഥത്തിലുള്ള പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ആരാധനയും, റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആരാധന, റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആരാധന, ഫിലിപ്പ് ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ആരാധന, ഞാൻ വാക്കുകൾ എടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, പലപ്പോഴും എടുത്തുള്ളതുകൊണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആരാധന, ഇതെല്ലാം ഒരു പബ്ലിക് വർഷിപ്പിനെ പറ്റിയല്ല, പേഴ്സണലായിട്ടുള്ള ആത്മാവിനാൽ നടത്തപ്പെടുന്ന കാര്യത്തെപ്പറ്റിയാണ്. അന്യഭാഷ പറയുന്നതിനെ പറ്റിയല്ല, ഇതൊന്നുമല്ല പ്രൈമറിലി പറയുന്നത്. എന്നിട്ട് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള വർഷിപ്പേഴ്സിനെ കർത്താവ് സ്വർഗത്തിൽ നോക്കണം. ആരൊക്കെയാണ് ഇങ്ങനെ എന്നെ വർഷിപ്പ് ചെയ്യുന്നത്? അതാണ് പറഞ്ഞിരിക്കുന്നത്, തന്നെ വർഷിപ്പ് ചെയ്യുന്നവർ ഇങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ആത്മാവാകുന്നതുകൊണ്ട് കർത്താവിനെ അങ്ങനെ ആത്മാവിൽ ആരാധിക്കാനായിട്ട് കഴിയുള്ളൂ. അതേ ഒരു സത്യ ആരാധനയാകത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പഴയ നിയമ വർഷിപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് പാട്ട് പാടാം, നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാം, തുള്ളാം, ഇതൊന്നും കുഴപ്പമൊന്നും ഉണ്ടെന്നല്ല തന്നെയാണ് പറയുന്നത്. അതിന് ഞാൻ അതിനെതിരല്ല പറയുന്നത്. അത് ആത്മാവുള്ള ആരാധന ആകാതിരിക്കാം. എങ്ങനെ? ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡിവിജ്വലി നിങ്ങളെ പരിശുദ്ധാത്മാവ് നടക്കുകയും നയിക്കുകയും ചെയ്യുന്നവരില്ലെങ്കിൽ. പക്ഷെ അവിടെ നിൽക്കുന്നില്ല, ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അത് ഇൻഡിവിജ്വലായിട്ടുള്ളൊരു കാര്യം മാത്രമല്ല, ഇതൊരു കോർപ്പറേറ്റായിട്ട് ഒരു ബോഡിയായിട്ട് കൂടി വരുമ്പോഴും ഇത് നടക്കുന്നു. അതാണ് റോമാലേഖനം 12-ാമത്തെ അധ്യായം താഴേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന ഒരു വ്യക്തി കർത്താവിൻ്റെ ശരീരമാണ് എങ്കിൽ നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങൾ ഒരു ശരീരമായിട്ട് വർക്ക് ചെയ്യുന്നു. അതിൻ്റെ 4-ാമത്തെ വാക്യം, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നുള്ളതാണ്, അതുപോലെ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകും. അന്നേരം എന്താണ് കർത്താവ് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്? ഇൻഡിവിജ്വലായി പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്തൊരു വ്യക്തി, പരിശുദ്ധാത്മാവിൽ നിറയുന്നൊരു വ്യക്തി, പരിശുദ്ധാത്മാവിൽ ഇല്ലെങ്കിൽ ആത്മാവിൽ, തൻ്റെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള വ്യക്തികൾ കൂടി വരുമ്പോൾ അതൊരു ചർച്ച് ബോഡിയായിത്തീരും. ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാനുള്ളൂ. അങ്ങനെ കൂടി വരുന്ന സഭയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്കും അവരവരുടെ ശുശ്രൂഷ കൊടുക്കും, പലതരത്തിലുള്ള ശുശ്രൂഷ. ഞാനതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ചർച്ചിൽ വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ ശുശ്രൂഷ എന്താണെന്ന് അറിയാത്ത വ്യക്തികൾ ശരിക്കും അതൊരു വളരെ പരിതാപകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അനേകം വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളെ പറ്റി പറയുന്നത്? ഇതൊരു പരിതാപകരമായിട്ട്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറയുന്നത് പല അവയവങ്ങളുണ്ട്, ഓരോ അവയവങ്ങൾക്കും അത് നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ അവയവങ്ങളുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ ഓരോ അവയവങ്ങളെ ദൈവം വീണ്ടും പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇൻഡിവിജ്വലായിട്ട് പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടുക മാത്രമല്ല, ശുശ്രൂഷകൾ ദൈവം കൊടുക്കുകയാണ്. ആ വ്യക്തികൾക്ക് ആ ശുശ്രൂഷകൾ മനസ്സിലാവുകയാണ്, ചർച്ചിന് ആ ശുശ്രൂഷ മനസ്സിലാവുകയാണ്. ഒരു ബോഡി ആയതുകൊണ്ട് എന്താണ് അവയവത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് മനസ്സിലാവുകയാണ്. അവർ ഒരുമിച്ച് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു പബ്ലിക് വർഷിപ്പിനെ പറ്റിയും ബൈബിൾ പഠിപ്പിക്കുന്നു. അത് ഒഴിവാക്കിയിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അതാണ് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് പറഞ്ഞിരിക്കുന്ന പബ്ലിക് വർഷിപ്പ്. അതും വർഷിപ്പായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അത് വേറെ എന്തെങ്കിലും കാര്യമായിട്ടല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനാൽ നടത്തപ്പെടുന്നത് മാത്രമാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, കൂടി വരുമ്പോഴുള്ളതും വർഷിപ്പ് തന്നെയാണ്. 1 കൊരിന്ത്യർ അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ ഇതേ ഓർഡറാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തി വീണ്ടും ജനിച്ച് കർത്താവിൻ്റെ ശരീരമായി തീരുന്നത്, കർത്താവിൻ്റെ ശരീരവും അവയവങ്ങളുമായിട്ട് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആ ശരീരത്തിൽ ദൈവം കൊടുക്കുന്ന ഫംഗ്ഷൻ ഇതാണ്. അത് അതിൻ്റെ 12-ാമത്തെ അധ്യായം വാക്യം മുതൽ 1 കൊരിന്ത്യർ 12 മുതൽ 26 വരെ ഈ പറഞ്ഞ ആദ്യത്തെ പ്രിൻസിപ്പിൾ പറയുന്നു. ഒരു ശരീരത്തിലേക്ക് ഏകാത്മാവിനാൽ സ്നാനമേറ്റ് ഏകാത്മാവിനെ പാനം ചെയ്ത് ഒരു ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നു പറഞ്ഞിരിക്കുന്നു. ശമര്യക്കാര്യത്തിൽ ചെയ്ത് പറഞ്ഞ അതേ കാര്യം തന്നെ. പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത് പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റ് ഒരു ബോഡിയുടെ പാർട്ടായി തീർന്നു. ആ ബോഡിയുടെ പാർട്ടായി തീർന്ന ആ ബോഡിയിലെ ഓരോ അവയവങ്ങൾക്കും ദൈവം ഓരോ ശുശ്രൂഷ കൊടുക്കുന്നു. 27-ാമത്തെ വാക്യം മുതൽ ഓരോരുത്തരും വെവ്വേറെ അവയവങ്ങളാകുന്നു. ആ അവയവങ്ങൾ ദൈവം അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നു, ശുശ്രൂഷകൾ കൊടുക്കുന്നു. അത് സ്നേഹത്തിൽ ചെയ്യണമെന്ന് 13-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. 14-ാമത്തെ അധ്യായത്തിൽ അത് പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യണം എന്നുള്ള ഓർഡറും പറയുന്നു. ഇതാണ് അതിൻ്റെ ഓർഡർ. ആ ഓർഡറാണ് 25-ാമത്തെ വാക്യം മുതൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, വ്യാഖ്യാനമുണ്ട്, ഇതിന് ഓർഡറുമുണ്ട്. ഓർഡർ ഇല്ലാത്തൊരു കാര്യമല്ല.
കൃത്യമായിട്ടുള്ള ഓർഡറുണ്ട്, പരിശുദ്ധാത്മാവുള്ള ഓർഡറുണ്ട്. അവിടെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുകയാണ്. എന്നിട്ട് ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യം. ഇത് ആരുടെത്താണ് കർത്താവ് പറയുന്നത്? കർത്താവ് പറയുന്ന ഒരു ശമരിയക്കാരി സ്ത്രീയെടുത്ത് ഇത്രയും വലിയ സ്പിരിച്വൽ ട്രൂത്തുകൾ കർത്താവ് പറയും. ഈ സ്ത്രീക്കൊന്നും പകുതി ഒന്നും മനസ്സിലായിരുന്നു, പിന്നീട് മനസ്സിലായി കാണും. ഇത്ര കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കുന്നത് മുതൽ അൾട്ടിമേറ്റ്ലി ഒരു വർഷിപ്പറായി, കർത്താവിനെ വർഷിപ്പ് ചെയ്യുന്നതിൽ കൂടി ഒരു ബോഡിയായി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു വ്യക്തികളെയും അങ്ങനെയുള്ള ചർച്ചിനെയും ദൈവം നോക്കുന്നു. എന്നിട്ട് ദൈവം സ്വർഗത്തിൽ നോക്കുന്ന ഇതാണ്. ദൈവം സ്വർഗത്തിൽ നോക്കുന്ന കുറേ ബഹളം ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരോ ഇല്ലെങ്കിൽ കുറേ ഡോക്ടറിനൽ കാര്യങ്ങൾ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന പോലെ അവിടാണോ വർഷിപ്പ് ഇവിടാണോ വർഷിപ്പ് എന്നുള്ളത് പഠിപ്പിക്കുന്നതല്ല. അതിനേക്കാളെല്ലാം ഉപരിയായി ഒരു ട്രൂ ബോഡിയെ കർത്താവ് സ്വർഗത്തിൽ നോക്കുന്നു. അത് ഇൻഡിവിജ്വലാണ്, അത് കോർപ്പറേറ്റാണ്. അങ്ങനെയുള്ള വർഷിപ്പേഴ്സിനെ ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെയുള്ള വർഷിപ്പേഴ്സിനെ ദൈവം അന്വേഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തീരണം എന്ന് നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. ആത്മാവിനാൽ നിറയപ്പെടും. നമ്മുടെ ശുശ്രൂഷകൾ നമ്മൾ മനസ്സിലാക്കും. ആ ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. അങ്ങനെ ഒരു ശരീരമായിട്ട് കർത്താവിനെ യഥാർത്ഥത്തിൽ വർഷിപ്പിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ.